തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം, പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ജില്ലകളിൽ, വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് തത്സമയ റിപ്പോർട്ടുകളുമായി ചേരുന്നുണ്ട്. കന്യാകുമാരി ജില്ലയിലെ പല മണ്ഡലങ്ങളിലും കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ പ്രചാരണം നടത്തുകയാണ്. ശക്തമായ മത്സരം നടക്കുന്ന വിളവങ്കോട് മണ്ഡലത്തിൽ നിന്ന് ഷഫീദ് റാവുത്തർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കന്യാകുമാരി ജില്ലയിലെ വിളവങ്കോട് എന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിലാണ്. അവിടെ ഈ പറയുന്ന തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ മറ്റു ചില ഈ കൗതുക കാഴ്ചകൾ കൂടിയുണ്ട്. കാരണം ഈ കേരള തമിഴ്നാട് അതിർത്തിയിലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് വിളവങ്കോട്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കളടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ടി പ്രവീണിന് ആശംസകൾ അറിയിക്കാൻ ഇന്ന് കലാശക്കൊട്ടുണ്ട്. ഏതായാലും നമുക്ക് അക്കാര്യത്തിൽ ഒരു പ്രതികരണം കൂടി തേടാം. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് എൻ ശക്തൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അതിർത്തി മണ്ഡലമാണ്. എന്താണ് ഇവിടുത്തെ ഒരു പൾസ് എങ്ങനെ? ഇപ്പം ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥി ബഹുമാനപ്പെട്ട ടി പ്രവീൺ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണ വിജയിക്കും. DMK കോൺഗ്രസ് സഖ്യം നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരും. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ ടി പ്രവീൺ. ഇത്രയേറെ പാവങ്ങളെ സഹായിക്കുന്ന, മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു നേതാവിനെ കാണാൻ പോലും പ്രയാസമാണ്. ടി പ്രവീൺ വളരെ നല്ല ഭൂരിപക്ഷത്തോട് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ടി പ്രവീൺ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അതായത് കലാശക്കൊട്ടാണ്, ഇന്നുകൊണ്ട് തീരുന്നു. 23-ാം തീയതി പോളിംഗ് ആണ്. ഒരു തമിഴ് സ്വഭാവം, അത് വലിയ രീതിയിൽ ഇതുള്ള ഒരു സ്ഥലമാണ് ഈ വിളവങ്കോട് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ? ഇല്ല, വളരെ നല്ല മികച്ച രീതിയിൽ പോവുകയാണ്. ഭൂരിപക്ഷം നല്ല രീതിയിലുള്ള ഭൂരിപക്ഷം കിട്ടും. ജനെല്ലാം ഒത്തിണക്കത്തോടെ പ്രവർത്തിക്കുന്നു, കൂട്ടുകക്ഷികൾ ഒത്തിണക്കത്തോടെ പ്രവർത്തിക്കുന്നു. ഒരു നല്ല മാർജിനൽ വിജയം നേടുമെന്ന് തന്നെയാണ് പ്രതീക്ഷയല്ല, വിജയിക്കും. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്നിരുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ എത്തുന്നുണ്ട്. അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അത് വളരെ പ്രയോജനം ചെയ്യത്തില്ല. കാരണം ഈ മണ്ഡലത്തെ സംബന്ധിച്ച് 85%-ലധികം പേര് മലയാളം സംസാരിക്കുകയും 75% പേർ മലയാളം എഴുതുകയും വായിക്കുകയും മലയാളം തമിഴും ഇടകലർത്തി കൈകാര്യം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കൊരു വ്യക്തിപരമായിട്ടുള്ള സ്വാധീനം അവിടെ ഉണ്ടാവുമല്ലോ. പിന്നെ വന്ന സ്ഥാനാർത്ഥികളെല്ലാം ക്ലീൻ ഇമേജുള്ള സ്ഥാനാർത്ഥികളുമാണ്. അപ്പൊ അവരുടെ വ്യക്തിപ്രഭാവം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. എല്ലാവിധ വിജയാശംസകളും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടി പ്രവീൺ തന്നെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു. അതായത് ഏതാണ്ട് 80%-ലധികം മലയാളം കേട്ടാൽ മനസ്സിലാകുന്ന ആളുകളാണ് ഈ വിളവങ്കോട് മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ എത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ മണ്ഡലത്തിൽ നിർണായകമായി മാറും. കലാശക്കൊട്ട് ദിവസവും തെരഞ്ഞെടുപ്പ് പ്രചരണ ആവേശത്തിന് തമിഴ്നാട്ടിലെ മണ്ഡലങ്ങളിൽ, അതിൽ കന്യാകുമാരി ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഒരു കുറവുമില്ല. ക്യാമറമാൻ സിറിലിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 കന്യാകുമാരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.